ഇന്നീ കാണും ലോകത്തിനെല്ലാം കാരണഭൂതനായ സാക്ഷാൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും നടത്തിയ അഴിമതി കഥകളുടെ ശേഖരങ്ങളിലേക്ക് എഴുതി ചേർക്കാൻ പറ്റിയ മറ്റൊരു പൊണ്ടുവൽ, അത്തരത്തിലൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് കഴിഞ്ഞ സെപ്റ്റംബർ 20 ആഗോള അയ്യപ്പ സംഗമം എന്നു പേരുള്ള ഒരു വമ്പൻ ഉഡായിപ്പ് പരിപാടി പമ്പാതീരത്ത് നടന്നത്. അതായത് ട്രാവൻകൂർ ദേവസ്വം ബോർഡാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതായത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു അടിമ സംഘമാണ്. അപ്പോൾ ആ പരിപാടി അവതരിപ്പിക്കാത്ത നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ 8 ലക്ഷം രൂപ അടിച്ചെടുത്തു എന്നുള്ള ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റിൽ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നന്ദഗോവിന്ദം ഭജൻസ് അവരുടെ ഭക്തിഗാനസുധ ഭജൻസ് അവതരിപ്പിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ, ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന്, അതായത് സെപ്റ്റംബർ 20 എന്ന് പറയുന്ന ആ ദിവസത്തിൽ പിണറായി വിജയനാണ് ഈ പരിപാടി ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പരിപാടി തുടങ്ങുന്നതിന് ഏകദേശം 2 മണിക്കൂർ മുന്നെയാണ്, അതായത് ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ, അതായത് നമ്മുടെ മരിച്ചുപോയ വയലിൻ ഇതിഹാസം ബാലഭാസ്കറിൻ്റെ അളിയൻ, അതായത് ബാലഭാസ്കറിൻ്റെ ഭാര്യയുടെ ലക്ഷ്മിയുടെ സഹോദരനാണ് ഇഷാൻ ദേവ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഒരു ഭക്തിഗാന സദസ്സ് അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര പൈസ കൊടുത്തു എന്നല്ല, ശരിക്കും ആ ഒരു ഭക്തിഗാന സദസ്സ് നടത്താൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയാണ് അലോക്കേറ്റ് ചെയ്തത്. പക്ഷേ ഈ ഓഡിറ്റിൽ എന്താ കാണിച്ചത്, ഭക്തിഗാന സുധ നടത്തിയത് നന്ദഗോവിന്ദം ഭജൻസ് ആണ്. അപ്പോൾ അവരാണ് ഈ തുക കൈപ്പറ്റിയത്, 8 ലക്ഷം രൂപ കൈപ്പറ്റിയത് എന്നുള്ള ഇതാണ് ഓഡിറ്റിൽ വന്നത്. ഒന്ന് ആലോചിക്കുക, 2 കോൺട്രഡിക്ഷനാണ്. അതായത് നന്ദഗോവിന്ദം ഭജൻസ് പിണറായി വിജയൻ വരുന്നതിന് മുന്നേ തന്നെ അവിടെ പരിപാടി അവതരിപ്പിച്ചില്ല, ഇഷാൻ ദേവാണ് പരിപാടി അവതരിപ്പിച്ചത്. ആ പരിപാടിക്ക് 2 ലക്ഷം രൂപയാണ് മാക്സിമം അലോക്കേറ്റ് ചെയ്തത്. പിന്നെ ഈ ഓഡിറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ പരിപാടിക്ക് വേണ്ടി 8 ലക്ഷം രൂപ നന്ദഗോവിന്ദം ഭജൻസ്, അതായത് പരിപാടി ഒരിക്കലും അവതരിപ്പിക്കാത്ത നന്ദഗോവിന്ദം ഭജൻസ് ആണ് കൈപ്പറ്റിയെന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്, നന്ദഗോവിന്ദം ഭജൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരിക്കലും അത് ഈ പമ്പാതീരത്തോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലോ അത്തരത്തിലൊരു പരിപാടി നടത്തിയിട്ടില്ല എന്ന് അവർ ഒഫീഷ്യലായിട്ട്, അത് അവർക്ക് അവർ മാനേജേഴ്സ് ഉണ്ട്, അവരെല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന പ്രോഗ്രാം മാനേജറുണ്ട്, പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ട്, അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഈ പരിപാടിക്ക് മൊത്തം ചിലവായത് ഏകദേശം 3 കോടിയാണെന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തതിൽ 10 കോടി രൂപ ഒരു ദിവസം ചിലവാക്കി എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് പുറത്തു വരുന്നത്. ശരിക്കും എന്ന് വെച്ചാൽ ഈ ഭക്തജനത്തിൻ്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ നടത്തിയ ഇതിൻ്റെ പേരുണ്ടല്ലോ, ഈ സഖാക്കന്മാർ മുടിച്ചിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഇവർ നടത്തിയ അഴിമതിയുടെ അധ്യായങ്ങളുടെ ആ ഒരു ശേഖരങ്ങളിലേക്ക്, അതിൻ്റെ ആ കളക്ഷനിലേക്ക് എഴുതി ചേർക്കാൻ പറ്റിയ, അത് ചേർത്ത് വെക്കാൻ പറ്റിയ വലിയൊരു പൊന്തുവൽ തന്നെയാണ്. ഇവർ നടത്താത്ത അഴിമതിയില്ല. അതായത് ഈ സഖാക്കന്മാരുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും, ഷംസീർ, റഹീം, സ്വരാജ്, ഇവരെല്ലാവരും ഇങ്ങനെയുള്ള കുട്ടി സഖാക്കന്മാരുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും ജോലി, എല്ലാ സമസ്ത മേഖലയിലും, കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, അയാളുടെ ഭാര്യയ്ക്ക് ജോലി, എല്ലാവർക്കും ജോലി. സഖാക്കന്മാരൊക്കെ ഓടി നടന്ന് അഴിമതി നടത്തുന്നത്, അതായത് പ്രളയ ഫണ്ട് തട്ടിപ്പ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് സാക്ഷാൽ അയ്യപ്പനെ വരെ, അവിടെ അയ്യപ്പനിരിക്കുന്ന സ്ഥലം ശബരിമല വരെ കൊള്ളയടിച്ച് വലിയ രീതിയിലുള്ള കളവ് നടത്തിയ ടീമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാണ് അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേര് ഒരു പരിപാടിക്ക്, അത്തരത്തിലൊരു പരിപാടി കേന്ദ്രീകരിച്ചത്. അപ്പോൾ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ തന്നെ അവരുടെ മോട്ടീവ് എന്താണ് ഞാൻ വിശദമായി പറഞ്ഞുതരാം. അതായത് ഈ ഇലക്ഷന് ശേഷം, അതായത് ഈ അടുത്ത കാലത്ത് മുസ്ലിം വിഭാഗം, ഇവർ കുറച്ച് നാൾ മുന്നേ തന്നെ മുസ്ലിം വിഭാഗം വലിയ രീതിയിൽ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നു അവർ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ എന്താ സൂചിപ്പിക്കുന്നത്, മുസ്ലിം വിഭാഗം പൂർണ്ണമായിട്ടും പാർട്ടിയിൽ നിന്ന് അകന്നു. അത് പാർട്ടിയിൽ നിന്ന് അകന്ന് മാത്രമേ ഇവരെത്ര പീഡിപ്പിച്ചിട്ട് കാര്യമില്ല. അതായത് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കി. അതായത് ഇവർ ശരിക്കും ഈ CPM എന്താണ് ചെയ്യുന്നത്, അതായത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന തരത്തിൽ പ്രചാരണം നടത്തിയിട്ട് യഥാർത്ഥ മുസ്ലിങ്ങളുടെ സംരക്ഷണം ഞങ്ങളാണ്, യഥാർത്ഥ മുസ്ലിങ്ങളുടെ ചാമ്പ്യൻസ് ഞങ്ങളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രീണനം അവർ നടത്തി. പക്ഷേ അവർക്ക് മുസ്ലിം സമൂഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അത് അവരൊന്നടങ്കം, അതായത് ഈ പാർട്ടിയിൽ നിന്ന് വോട്ട് ചെയ്തുകൊണ്ടുള്ള ആൾക്കാരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നീട് അവർക്കുള്ള ഒരു എന്താണ് അടുത്ത വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആണ് CPM. ഏകദേശം 90% പോലും അവരുടെ പാർട്ടി പ്രവർത്തകർ ഹിന്ദുക്കളാണ്. അപ്പോൾ മെജോറിറ്റിയെ പ്രീണിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് ഹിന്ദുക്കളെ പേരും പറഞ്ഞ് ഹിന്ദുക്കളുടെ ചാമ്പ്യനാവാൻ പറയാൻ എന്താ അധികാരം? ഇവർ ചെയ്യാത്ത ഹിന്ദു വിരുദ്ധത വേറൊരു, അതായത് ഇവിടുത്തെ മുസ്ലിം പാർട്ടികൾ പോലും ചെയ്തിട്ടില്ല. ഈ CPM ചെയ്യാത്ത അത്ര ഹിന്ദു വിരുദ്ധത ആലോചിച്ച് നോക്കിയേ. ഇതേ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ടീമാണ് ഇവിടെ ശബരിമലയിൽ ഉടുതുണിയില്ലാതെ നടക്കുന്ന സ്ത്രീകളെ അവിടെ കയറ്റിയത്. ഒന്ന് ആലോചിച്ചൊക്കെ, അതിന് ചുക്കാൻ പിടിച്ച് സുപ്രീം കോടതി വിധി പ്രകാരം അവിടെ പെണ്ണുങ്ങളെ കയറ്റിയ അതേ ടീമാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് അയ്യപ്പൻ്റെ ആചാരവും അതൊക്കെ സംരക്ഷിക്കേണ്ടതാണെന്ന്. ഒന്ന് ആലോചിച്ചൊക്കെ, പണ്ടൊക്കെ ഈ സോഷ്യൽ മീഡിയയും ഈ ടെലിവിഷൻ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്, പത്രം വരുന്ന കാലത്ത് ഇവർ വലിയ രീതിയിൽ ഉഡായിപ്പ് നടത്തിയിരുന്നു, ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടിരുന്നു. അതായത് ആരും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് നടത്തിയ അതേ സ്ട്രാറ്റജി ഈ AI യുഗത്തിൽ ഇവർ നടത്താം എന്നാണ് ഇവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോഴും ആൾക്കാരെ കണ്ണിൽ പൊടിയിടുക എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ കാലം മാറി, ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ലോകത്തിൽ എന്ത് നടന്നു കഴിഞ്ഞാലും
അത് അപ്പോൾ പറയാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. കൂടാതെ അത് മാത്രമല്ല, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പല വേലകളും ഉഡായിപ്പുകളും പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഓൺലൈൻ ചാനലുകളും സജീവമായി ഉള്ളത് കാരണം ജനങ്ങൾ സത്യം എന്താണെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ഇവർ ഒരു ഉഡായിപ്പ് നടക്കില്ല ഇപ്പോഴും. അപ്പോൾ വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് ഇതിൻ്റെ പേരിൽ നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസത്തെ പരിപാടിക്ക് 10 കോടി രൂപ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം ഉണ്ടല്ലോ, ഏകദേശം 10 കോടി രൂപ ചിലവായി എന്ന് പറയുന്നത്. അതിൽ 5 കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇവർ കൊടുത്ത കണക്കിൽ ഈ 5 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് 2 കോടി രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല കുറേ സംഭാവനയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് 10 കോടി എന്നുള്ളൊരു ഇത് പറയുന്നത്. അപ്പോൾ ആ കണക്കിൽ തന്നെ വലിയ വൈരുദ്ധ്യമുണ്ട്. അതായത് ഫെബ്രുവരി 27-നകം ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് വി വിജയകുമാറും അടങ്ങിയൊരു ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ജനങ്ങളുടെ കാശെടുത്തിട്ടാണ് നിങ്ങൾ ഈ ഉഡായ്പ നടത്തിയത് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള മെസ്സേജിനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുതന്നെ നമുക്ക് കാത്തിരിക്കുക അതിൻ്റെ ഇതെന്താണെന്ന്. പക്ഷേ ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഹിന്ദു വിരുദ്ധത ചെയ്യുന്ന ഈ പാർട്ടി, അതായത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ ഇത്രയും പൈസ കൊള്ളടിക്കണമെന്ന് ആലോചിക്കുക. അതായത് ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് 1-2 വർഷമായിട്ട് നന്ദഗോവിന്ദം ഭജൻസ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വലിയ രീതിയിൽ എന്താ പറയേണ്ടത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊക്കെ വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. അതായത് അവർ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് നരേന്ദ്രമോദിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്, അതായത് ഇവർ കൊണ്ടു നടക്കുന്ന വേടൻ്റെ പരിപാടിക്ക് ആരും വരുന്നില്ല, പക്ഷേ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടികളിൽ ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നു, ഭജന പാടുന്നു, ആൾക്കാർ ആ ഭക്തിയിൽ മുഴുകുന്നു. അപ്പോൾ ഇവിടെയുള്ള വലിയൊരു സമൂഹം ഹൈന്ദവ വിഭാഗം മാത്രമല്ല, ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി കാണാൻ ക്രിസ്ത്യൻ സമൂഹം, മുസ്ലിം സമുദായത്തിലടക്കം ആൾക്കാർ വരുന്നുണ്ട്. അത്രയും എന്താ പറയുക, അവരുടെ പോപ്പുലാരിറ്റി ആ ഒരു വൈബാണ്. അതായത് ഇന്നേ വരെ കാണാത്ത, ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ആ ഭജൻസ് ക്ലബ്ബിംഗ് എന്ന് പറഞ്ഞ ഒരു പരിപാടി വലിയ രീതിയിൽ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പോലും ഇത്തരം ഭജൻസ് ക്ലബ്ബിങ്ങിൻ്റെ ഇത് മെൻഷൻ ചെയ്തിരുന്നു. അത് വലിയ രീതിയിലൊരു ചലനം ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നന്ദഗോവിന്ദം ഭജൻസിനെ പോലെ ഒരു ആൾക്കാർ ഇത്ര ഹിന്ദു സമൂഹത്തിൽ, അതായത് ഇത്രയും കാലം പൊളിറ്റിക്കൽ പാർട്ടികൾ വിചാരിച്ചിട്ട് പോലും ഒരു ഹിന്ദുക്കൾക്ക് യൂണിറ്റി ഉണ്ടാക്കാനോ, ഒരു ഹിന്ദുക്കളെ അമ്പലത്തിലേക്ക് നമ്മുടെ സംസ്കാരമായി ചേർത്ത് ജീവിപ്പിക്കാനോ, അതായത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന വേഷം ഈ കേരളത്തിലെ നമ്മുടെ കൾച്ചർ, പ്രത്യേകിച്ച് ഹൈന്ദവ കൾച്ചർ തകരാൻ കാരണം തന്നെ അതാണ്. അപ്പോൾ അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നശിപ്പിച്ച ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും അതിനെ തലോടാനും ഒക്കെ പുതിയ സമൂഹത്തിനൊരു വിമുഖതയുണ്ടായിരുന്നു. പക്ഷേ നന്ദഗോവിന്ദം ഭജൻസ് വന്നപ്പോൾ ആകെ ട്രെൻഡങ്ങ് മാറി. യുവാക്കളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ, അതായത് വലിയ വെസ്റ്റേൺ മ്യൂസിക്കിന് പുറകെ പോകാതെ ഇത്തരം ഭജൻസിലേക്ക് വരുന്നു. നമ്മൾ നമ്മുടെ സംസ്കാരത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ച്. അപ്പോൾ അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചന്ദ്രഹാസം മുഴക്കി. നന്ദഗോവിന്ദൻ ഭജൻസ് RSSൻ്റെ സബ്സിഡറിയാണ്, RSSൻ്റെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്, കേരളം പിടിക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ്. RSS പല രീതിയിൽ ഇവിടെ വരും എന്നൊക്കെ രീതിയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തിയ ടീമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അതേ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോഴും നന്ദഗോവിന്ദൻ ഭജൻസിൻ്റെ പരിപാടി ആഗോള അയ്യപ്പ സംഗമത്തിൽ, അതായത് നമ്മൾ നടത്തിയ പരിപാടിയിൽ അവർ പങ്കെടുത്തു, അവർ പരിപാടി അവതരിപ്പിച്ചു, 8 ലക്ഷം രൂപ കൈപ്പറ്റി എന്ന രീതിയിൽ അഴിമതി നടത്തി. ഒന്ന് ആലോചിച്ചൊക്കെ, ഇവന്മാർക്ക് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല.